വാർത്തകളിലേക്ക് തിരികെ. മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ടി.എം. തോമസ് ഐസക്കിനെതിരായ ഇ.ഡിയുടെ അപ്പീൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഐസക്കിനെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവും ഇ.ഡി സമൻസിനെതിരായ ഐസക്കിന്റെ ഹർജിയും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇ.ഡി അപ്പീൽ നൽകിയിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളുമായി അശ്വതി എത്തിച്ചേരുകയാണ്. അശ്വതി, ഈ നിയമ പോരാട്ടങ്ങളിലാണ് തോമസ് ഐസക്ക്. തെരഞ്ഞെടുപ്പ് കാലത്ത് കോടതി തന്നെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന്. സ്വാഭാവികമായും ഇന്ന് അത് വീണ്ടും കോടതിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്? അജിംഷാദ്, ഈ മസാല ബോണ്ടിലെ ഫെമ ലംഘനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ കുറിച്ചുള്ള വ്യക്തതയ്ക്ക് തോമസ് ഐസക്കിന്റെ വിശദീകരണം ആവശ്യമാണെന്നും സിംഗിൾ ബെഞ്ച് നേരത്തെ നിരീക്ഷണം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന നിർദ്ദേശം അനുചിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ.ഡി അന്ന് അപ്പീൽ നൽകിയിരുന്നത്. ഉത്തരവ് നിയമപരമല്ലെന്നും ഇ.ഡി അപ്പീലിൽ പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അപ്പീൽ ഹർജി പരിഗണിച്ച കോടതി ഇതിൽ അടിയന്തരവാദം കേൾക്കേണ്ട സാഹചര്യം എന്താണെന്ന് ഇ.ഡിയോട് അന്ന് ചോദിച്ചിരുന്നു. ഇ.ഡിയുടെ നടപടി തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പത്തനംതിട്ട മണ്ഡലത്തിലെ എഴുത്ത് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന തോമസ് ഐസക്ക് കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ തീരുമാനമില്ല എന്നാണ് ഇ.ഡി അന്ന് കോടതി അറിയിച്ചത്. ഈ ഫെമ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്ന് അറിയാനാണ് അന്വേഷണമെന്നാണ് ഇ.ഡി ഹർജിയിൽ വാദിച്ചിരുന്നത്. ചോദ്യം ചെയ്യൽ വീഡിയോയിൽ ചിത്രീകരിക്കുമെന്നും ഇ.ഡി അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ശ്വാസം വിടാനുള്ള സമയം പോലും നൽകാതെ തുടർച്ചയായി സമൻസുകൾ അയക്കുകയാണെന്ന് ഇ.ഡിയെ തോമസ് ഐസക്കിന്റെ അഭിഭാഷകൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇ.ഡി വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുകയാണെന്നും അദ്ദേഹം വാദിച്ചിരുന്നു. അന്ന് ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് അന്ന് തെരഞ്ഞെടുപ്പിന് 10 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 10 ദിവസമല്ലേ തെരഞ്ഞെടുപ്പിനുള്ളൂ, പിന്നെ എന്തിനാണ് ഇത്ര തിരക്കെന്നായിരുന്നു ഇ.ഡിയോട് കോടതി ചോദിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേസ് പരിഗണിച്ചാൽ പോരെ എന്നും ചോദിച്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത് പിന്നീട് മാറ്റിയത്. അതാണ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. പ്രധാനമായും ഈ ഫെമ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ, മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്ന വിഷയത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ പ്രധാനമായും ഉണ്ടാവുക. അത് വേണമെന്ന് അത് കൃത്യമായി നടത്തണം എന്നാവശ്യപ്പെട്ടു കൊണ്ടാണ് ഇ.ഡി സമൻസ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഹർജിയിൽ ഒരുപക്ഷെ ഇനി ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം ഇ.ഡിക്ക് നൽകാനുള്ള സാധ്യത കൂടി ഉണ്ട്. അജിംഷ.